നെക്സ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 10, ദറ്റ് ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 10th വീഡിയോ ആണ്. നോൺ ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻറ്റ്. നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ രണ്ട് തരത്തിൽ പഠിച്ചു. ഒന്ന് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യനും വേറൊന്ന് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിലും സെക്കൻഡ് ഓർഡറിൽ. ഇനി നമ്മൾ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഹോമോജീനിയസും ഉണ്ട്, സെക്കൻഡ് ഓർഡറിലുള്ളതുപോലെ തന്നെ സെക്കൻഡ് ഓർഡറിൽ ഹോമോജീനിയസും ഉണ്ട്, നോൺ ഹോമോജീനിയസും ഉണ്ട്. ഹോമോജീനിയസ് എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഹോമോജീനിയസ്, റൈറ്റ് ഹാൻഡ് സൈഡ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ ഹോമോജീനിയസ്. അപ്പോൾ സെക്കൻഡ് ഓർഡറിൽ നമ്മൾ ഹോമോജീനിയസ് പഠിച്ചു, നോൺ ഹോമോജീനിയസിൽ രണ്ട് തരത്തിലുള്ളത് പഠിച്ചു, മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റും വേരിയേഷൻ ഓഫ് പാരാമീറ്ററും. ഇനി ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൽ നമ്മൾ ഹോമോജീനിയസ് പഠിച്ചു. ഇനി നോൺ ഹോമോജീനിയസ് ആണ്. നോൺ ഹോമോജീനിയസിൽ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റും ഒന്ന് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററും. ബിടെക്കുകാർക്ക് മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ പഠിക്കാനില്ല, മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് പഠിക്കാനുള്ളൂ. ഓക്കെ. നോൺ ഹോമോജീനിയസ് ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദ മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് നമ്മൾ പറയുന്നത് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് UC എന്നാണ് പറയുക. UC അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഈസ് എ സിംപ്ലർ മെത്തേഡ് ഫോർ ഡിറ്റർമിൻ ദ പർട്ടിക്കുലർ സൊല്യൂഷൻ YP ഓഫ് സെക്കൻഡ് ഓർ higher order non-homogeneous differential equation of the form A0 is a function of x, dny by dx power n plus a1 dn minus 1 y by dx power n minus 1 and so on, an minus 1x dy by dx plus any equal to f of x, where f is a UC function. f ഒരു UC function ആണെന്നാണ് പറയുന്നത്. That means f is a UC function എന്ന് പറഞ്ഞാൽ അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഫംഗ്ഷൻ. എന്താണ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഫംഗ്ഷൻ എന്ന് പറയാൻ ഡെഫിനിഷൻ? വാട്ട് ഈസ് വി ഷാൽ കോൾ എ ഫംഗ്ഷൻ UC ഫംഗ്ഷൻ ഓർ അൺഡിറ്റർമിൻഡ് ഫംഗ്ഷൻ ഐദർ വൺ എ ഫംഗ്ഷൻ ഡിഫൈൻ വൺ ഓഫ് ദ ഫോളോയിങ്. ഈ നാലെണ്ണത്തിൽ പെട്ടിരിക്കുന്നതായിരിക്കണം. എന്നുവെച്ചാൽ വൺ എന്താ? എക്സ് പവർ എൻ വെൻ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ എക്സ് പവർ എൻ എല്ലാം അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ആണ്. ഇ പവർ എക്സ് വേർ എ ഇസ് എ നോൺ സീറോ കോൺസ്റ്റന്റ്, സൈൻ ബി എക്സ് പ്ലസ് സി വേർ ബി ആൻഡ് സി ആർ കോൺസ്റ്റന്റ് ബി നോട്ട് ഈക്വൽ 0, കോസ് ബി എക്സ് പ്ലസ് സി വേർ ബി ആൻഡ് സി ബി നോട്ട് ഈക്വൽ 0. ഇതെല്ലാം എക്സ് പവർ എൻ ഇ പവർ എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് സി കോസ് ബി എക്സ് പ്ലസ് സി ഇതെല്ലാം UC ഫംഗ്ഷൻ ആണ്, അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഫംഗ്ഷൻ ആണ്. അതുകൂടാതെ സെക്കൻഡ് വൺ, a function defined as a finite product of two or more functions of this four type. ഈ 4 ടൈപ്പിന്റെ രണ്ടോ രണ്ടിലധികമോ പ്രോഡക്റ്റും അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ആണ്. അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ആണ്, UC ഫംഗ്ഷൻ ആണ്, അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ഫംഗ്ഷൻ ആണ്. അതാണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ, എക്സാമ്പിൾ UC ഫംഗ്ഷൻ ഓഫ് ദ 4 ബേസിക് ടൈപ്സ്. എക്സ് സ്ക്വയർ അതൊരു UC ഫംഗ്ഷൻ ആണ്, ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നത്. ഇ ടവർ ഓഫ് -3x അതൊരു UC ഫംഗ്ഷൻ ആണ്, സെക്കൻഡ് കാറ്റഗറിയിൽ പെടുന്നത്. കോസ് 4x/3 അതൊരു UC ഫംഗ്ഷൻ ആണ്, ഇതിൽ പെടുന്നതാണ്. സൈൻ 4x/3 അതൊരു UC ഫംഗ്ഷൻ ആണ്, ഇതിൽ വരുന്നതാണ്. സൈൻ 3x + π/4 അതൊരു UC ഫംഗ്ഷൻ ആണ്, ഇതിൽ വരുന്നതാണ്. ഇതാണ്. ഇനി examples of UC function defined as a finite product of two or more of these 4 basic types are defined respectively by ആദ്യത്തെ രണ്ടെണ്ണത്തിന് മൾട്ടിപ്പിൾ ആണ്. മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഒരു UC ഫംഗ്ഷൻ ആണ്. ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ മൾട്ടിപ്പിൾ, ഇത് രണ്ടിന്റെ മൾട്ടിപ്പിൾ, അത് x² e ടവർ ഓഫ് -3x. പിന്നെ 1ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ x cos 2x, 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ e പവർ 5x sin x, 3ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ sin 2x cos 3x. ഇനി 1ഉം 2ഉം
പിന്നെ 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എക്സ് ക്യൂബ് ഇ പവർ 4x സൈൻ 5x ഇതൊക്കെ യു സി ഫങ്ഷൻസ് ആണ്. അതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, ഇത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് അപ്ലൈസ് വെൻ ദ നോൺ ഹോമോജനസ് ഫംഗ്ഷൻ എഫ് ഇൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് എ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു സി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ എഫ് ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു സി ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് ആണ് മെത്തേഡാണ് ഉപയോഗിക്കുക. അൺഡിറ്റർമിൻഡ് മെത്തേഡാണ് ഉപയോഗിക്കുക. യു സി ഫംഗ്ഷൻ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു സി ഫംഗ്ഷൻ അൺഡിറ്റർമിൻഡ് മെത്തേഡാണ് ഉപയോഗിക്കുക. ഒബ്സർവ് ദാറ്റ് ഗിവൻ യു സി ഫംഗ്ഷൻ എഫ് ഒരു തന്നിരിക്കുന്ന യു സി ഫംഗ്ഷൻ ആണ്. ഈച്ച് സക്സസീവ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഈസ് ഐദർ ഇറ്റ് സെൽഫ് എ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് എ യു സി ഫംഗ്ഷൻ ഓർ എൽസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു സി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു യു സി ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എല്ലാം ഒന്നുകിൽ ഈ തന്നിരിക്കുന്ന യു സി ഫംഗ്ഷന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ യു സി ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അതാണ് ഇമ്പോർട്ടൻ്റ്. ഒരു യു സി ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ സക്സസീവ് ഡെറിവേറ്റീവ് തന്നിരിക്കുന്ന യു സി ഫംഗ്ഷന്റെ മൾട്ടിപ്പിളോ അല്ലെങ്കിൽ യു സി ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷനോ യു സി ഫംഗ്ഷൻ മറ്റ് യു സി ഫംഗ്ഷൻസിന്റെ ലീനിയർ കോമ്പിനേഷനോ ആകാം അതിന് ഡെറിവേറ്റീവ്. അതാണ് ഡെഫിനിഷൻ. ഇനി ഡെഫിനിഷനാണ്. കൺസിഡർ യു സി ഫംഗ്ഷൻ എഫ് ദ സെറ്റ് ഓഫ് ഫംഗ്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എഫ് ഇറ്റ് സെൽഫ് ആൻഡ് ഓൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് യു സി ഫംഗ്ഷൻ വിച്ച് സക്സസീവ് ഡെറിവേറ്റീവ് ഓഫ് എഫ് വിൽ ബി കോൾഡ് ദ യു സി സെറ്റ് ഓഫ് എഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എഫ് എന്ന് പറയുന്ന ഒരു യു സി ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ എഫും അതിൻ്റെ സക്സസീവ് ഡെറിവേറ്റീവ് അതിൻ്റെ വിൽ ബി എഫ് ഇറ്റ്സെൽഫ് ആൻഡ് ഓൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് യു സി ഫംഗ്ഷൻ ഓഫ് വിച്ച് ഇത് സക്സസീവ് ഡെറിവേറ്റീവ് ഓഫ് എഫ്. എഫിൻ്റെ സക്സസീവ് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് യു സി ഫംഗ്ഷൻസ് എല്ലാം കൂടെ കൂടിയതാണ് നമ്മൾ യു സി സെറ്റ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ഒരു എഫ് തന്നിട്ടുണ്ടാവും, ആ എഫും അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് യു സി ഫംഗ്ഷൻ എല്ലാം കൂടെ കൂടിയതാണ് യു സി സെറ്റ് ഓഫ് എഫ്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ 2. The function f defined for all x by f of x equal to x raised to 4. x raised to 4 യു സി ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഇതാണ്, എഫ് ഡബിൾ ഡാഷ് എക്സ് ഇതാണ്, എഫ് 3 ഡാഷ് എക്സ് ഇതാണ്, എഫ് 4 ഡാഷ് എക്സ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ദ യു സി സെറ്റ് ഓഫ് എക്സ് റൈസ് ടു 4 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എക്സ് റൈസ് ടു 4 അതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് ക്യൂബ്, ഡെറിവേറ്റീവ് 4x ക്യൂബ് ആണ്. അപ്പം അതിൻ്റെ യു സി ഫംഗ്ഷൻ പറയുന്നത് എക്സ് ക്യൂബ്, പിന്നെ എക്സ് സ്ക്വയർ, പിന്നെ എക്സ് ദെൻ കോൺസ്റ്റന്റ്. ഇതാണ് യു സി സെറ്റ് ഓഫ് എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം ഡെറിവേറ്റീവ് എടുക്കുക, അതിൻ്റെ അകത്ത് കോൺസ്റ്റന്റ് ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. ഇതെല്ലാം ഈ എക്സ് റൈസ് ടു 4 എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ എക്സ് 1 ഇതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതാണ് ഓർക്കേണ്ടത്. Example 3. The function f defined for f of x equal to cos 2x. Cos 2x ഒരു യു സി ഫംഗ്ഷൻ ആണ്. അതിന് ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് മൈനസ് 2 സൈൻ 2x, എഫ് 2 ഡാഷ് എക്സ് മൈനസ് 4 കോസ് 2x. ഇനി അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സൈൻ 2xൻ്റെയും കോസ് 2xൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, യു സി ഫംഗ്ഷൻ ആണ്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കോസ് 2xൻ്റെ എഫ് സി സെറ്റ് എന്ന് പറയുന്നത് ദ യു സി സെറ്റ് ഓഫ് കോസ് 2x അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് സെറ്റ് ഓഫ് കോസ് 2x എന്ന് പറയുന്നത് ഈ കോസ് 2xും സൈൻ 2x മാത്രമേ വരുന്നുള്ളൂ. പിന്നെ കോസ് 2xൻ്റെ മൾട്ടിപ്പിളും കോൺസ്റ്റന്റ് മൾട്ടിപ്പിളും സൈൻ 2xൻ്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിളുമാണ്. അപ്പം കോസ് 2xൻ്റെ യു സി സെറ്റ് എന്ന് പറയുന്നത് കോസ് 2x ആൻഡ് സൈൻ 2x. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 4. The function f defined for all real x f of x equal to x square sin x.
എക്സ് സ്ക്വയർ എന്ന് പറയുന്ന യു സി ഫംഗ്ഷൻ്റെയും സൈൻ എക്സ് എന്ന് പറയുന്ന യു സി ഫംഗ്ഷൻ്റെയും പ്രോഡക്റ്റാണ് എക്സ് സ്ക്വയർ സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? എഫ് ഡാഷ് എക്സ് ഇതാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എഫ് ടു ഡാഷ് എക്സ് ഇതാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. എഫ് ത്രീ ഡാഷ് എക്സ് ഇതാണ്. അപ്പോൾ നമ്മളെന്താ ഇതിൻ്റെ അകത്തുള്ള യു സി ഫംഗ്ഷൻ്റെ സെറ്റാണ് ഇതിൻ്റെ യു സി സെറ്റ്. യു സി സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ യു സി സെറ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ സൈൻ എക്സ് ആണ്. അപ്പം യു സി സെറ്റ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ സൈൻ എക്സ്, എക്സ് സ്ക്വയർ കോസ് എക്സ്, അത് വരും. ഇതാ എക്സ് സ്ക്വയർ സൈൻ എക്സും എക്സ് സ്ക്വയർ കോസ് എക്സും. പിന്നെ വരുന്നത് എക്സ് സൈൻ എക്സ് ആണ്. ഇതുണ്ടാവും എക്സ് സൈൻ എക്സ്, ഇതുണ്ടാവും ഇവിടെ എക്സ് സൈൻ എക്സ്, എക്സ് കോസ് എക്സ് വരും. പിന്നെ സൈൻ എക്സും കോസ് എക്സും വരും. സൈൻ എക്സും കോസ് എക്സും, സൈൻ എക്സ് ഇതുണ്ടാവും ഇവിടെ സൈൻ എക്സ് വന്നു, ഇവിടെ കോസ് എക്സ് വന്നു. പിന്നെ അതിൻ്റെ എല്ലാം മൾട്ടിപ്പിൾ ലീനിയർ കോമ്പിനേഷനാണ് വരിക. അപ്പോൾ എക്സ് സ്ക്വയർ സൈൻ എക്സിൻ്റെയും ഇതാണ് യു സി സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് തന്നെയായിരിക്കും എക്സ് സ്ക്വയർ കോസ് എക്സിൻ്റെയും യു സി സെറ്റ്. എക്സ് സ്ക്വയർ കോസ് എക്സിൻ്റെയും യു സി സെറ്റ് ഇത് തന്നെയായിരിക്കും. ഇനി എക്സ് ക്യൂബ് ആണെങ്കിലോ, എക്സ് ക്യൂബ് സൈൻ എക്സ് ആണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ രണ്ടും കൂടി എക്സ് ക്യൂബ് സൈൻ എക്സും എക്സ് ക്യൂബ് കോസ് എക്സും കൂടി ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 6 8 ഉണ്ടാവും, 8 ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ യു സി സെറ്റിൻ്റെ അകത്ത് സൈൻ എക്സും കോസ് എക്സും ഉണ്ട്, എക്സ് സ്ക്വയറും എക്സും 1 ഒന്നുമില്ല. ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദ യു സി സെറ്റ്. ദിസ് യു സി സെറ്റ്, യു സി സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വൈ പി കാണുമ്പോൾ, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണുമ്പോൾ നമ്മൾ അതിനൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടേബിൾ നിങ്ങൾ നോക്കണം. യു സി സെറ്റ് എക്സ് പവർ എൻ ആണെങ്കിൽ യു സി സെറ്റിൽ വരുന്നത് എക്സ് പവർ എൻ മൈനസ് 1 സോൺ എക്സ് 1 യു സി സെറ്റിൽ വരുന്നത്. ഇ പവർ എ എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എല്ലാം എന്ന് പറഞ്ഞാൽ ഇ പവർ എ എക്സ് വരെ വരുള്ളൂ. എക്സ് പവർ എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡെറിവേറ്റീവും വന്നു കഴിഞ്ഞാൽ ഇത്രയേ ഉണ്ടാവുള്ളൂ യു സി സെറ്റിൽ. ഇനി കോസ് ബി എക്സ് ഓർ സൈൻ കോസ് ബി എക്സ് പ്ലസ് സി ഓർ സൈൻ ബി എക്സ് പ്ലസ് സി, ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യു സി സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റിൽ ഇത് രണ്ടുമാണ് വരിക യു സി സെറ്റ്. ഇനി എക്സ് പവർ എൻ ഇ പവർ എ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പവർ എൻ ഇ പവർ എ എക്സ് വരും. പിന്നെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക 1. അപ്പോൾ എക്സ് പവർ എൻ മൈനസ് 1 ഇ പവർ എ എക്സ് ആൻഡ് സോൺ ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് എക്സ് ഇ പവർ എ എക്സ് ഇ പവർ എ എക്സ്, ഇത്രയുമാണ് യു സി സെറ്റിൽ വരിക. ഇനി എക്സ് പവർ എൻ കോസ് ബി എക്സ് പ്ലസ് സിയും എക്സ് പവർ എൻ സൈൻ ബി എക്സ് പ്ലസ് സിയുടെ ഒന്ന് തന്നെയായിരിക്കും. ആദ്യം ഇത് രണ്ടിൻ്റെയും എന്തായിരിക്കും? എക്സ് പവർ എൻ കോസ് ബി എക്സ് പ്ലസ് സിയോ സൈൻ ബി എക്സ് പ്ലസ് സിയോ ആണെങ്കിൽ എക്സ് പവർ എൻ കോസ് ബി എക്സ് പ്ലസ് സി, എക്സ് പവർ എൻ സൈൻ ബി എക്സ് പ്ലസ് സി. അത് കഴിഞ്ഞ് എക്സ് പവർ എൻ മൈനസ് 1 കോസ് ബി എക്സ് പ്ലസ് സി, എക്സ് പവർ എൻ മൈനസ് 1 സൈൻ ബി എക്സ് പ്ലസ് സി. അങ്ങനെ കുറഞ്ഞ് അവസാനം കോസ് ബി എക്സ് പ്ലസ് സി സൈൻ ബി എക്സ് പ്ലസ് സി ആവും. ഇനി അതാണ് ഇനി വരുന്നത് ഇ പവർ എ എക്സ് കോസ് ബി എക്സ് പ്ലസ് സി, ഇ പവർ എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് സി. അപ്പോൾ അത് തന്നെയാണ് വരിക. ഇത് രണ്ടും വന്നാലും അതിൻ്റെ യു സി സെറ്റ് എന്ന് പറഞ്ഞാൽ ഇ പവർ എ എക്സ് കോസ് ബി എക്സ് പ്ലസ് സി, ഇ പവർ എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് സി. ഇനി 7th വൺ എക്സ് പവർ എൻ ഇ പവർ എ എക്സ് കോസ് ബി എക്സ് പ്ലസ് സിയോ എക്സ് പവർ എൻ ഇ പവർ എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് സിയോ ആണെങ്കിൽ ഇത് രണ്ടിൽ ഏതെങ്കിലും ആണെങ്കിൽ എക്സ് പവർ എൻ ഇ പവർ എ എക്സ് കോസ് ബി എക്സ് പ്ലസ് സി അല്ലെങ്കിൽ എക്സ് പവർ എൻ ഇ പവർ എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് സി. ഇനി എക്സ് പവർ എന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് പവർ എൻ മൈനസ് 1 അതിൻ്റെ ഇ പവർ എ എക്സ് കോസ് ബി എക്സ് പ്ലസ് സി, എക്സ് പവർ എൻ മൈനസ് 1 ഇ പവർ എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് സി ആൻഡ് സോ ഓൺ. അവസാനം എക്സ് വരും, പിന്നെ 1 വരും. ഇതാണ് ഇ പവർ എ എക്സ് കോസ് ബി എക്സ് പ്ലസ് സി, ഇ പവർ എ എക്സ് സൈൻ ബി എക്സ് പ്ലസ് സി. ഇത്രയും നിങ്ങൾ പഠിക്കണം. ഇതാണ് നമുക്ക് ഏതെങ്കിലും ഈ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാനായി ഇതിലേതെങ്കിലും ഒരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നതെങ്കിൽ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാനായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് ഇതിലേതെങ്കിലും ഒരെണ്ണമാണെങ്കിൽ പർട്ടിക്കുലർ ഇൻ്റഗ്രലിൻ്റെ അകത്ത് വരുന്നത് എക്സ് പവർ 3 ആണെങ്കിൽ എക്സ് പവർ 3 എക്സ് സ്ക്വയർ എക്സ് പവർ 1 വരെ വരും. ഇതിലേതെങ്കിലും ആയിരിക്കും അതിൻ്റെ യു സി ഇതെല്ലാം ഇതിലേതെങ്കിലും ഇതാണെങ്കിൽ ഇതായിരിക്കും യു സി സെറ്റിൽ വരിക, ഇതാണെങ്കിൽ ഇതാണ് യു സി സെറ്റിൽ വരിക. അപ്പോൾ നിങ്ങൾ യു സി സെറ്റ് പഠിച്ചിരിക്കണം, അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് സെറ്റ് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 5. ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫോർ റിയൽ എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്
സൈൻ 4x എക്സ് ക്യൂബ് സൈൻ 4xൻ്റെ യു സി സെറ്റ് കാണണം. അപ്പോൾ എക്സ് ക്യൂബ് സൈൻ 4x, അതുപോലെ തന്നെ എക്സ് ക്യൂബ് സൈൻ 4x കോസ് 4x എഴുതിക്കൊള്ളുക. പിന്നെ എക്സ് ക്യൂബിന് സ്ഥാനത്ത് എക്സ് സ്ക്വയർ സൈൻ 4x, എക്സ് സ്ക്വയർ കോസ് 4x, എക്സ് സൈൻ 4x, എക്സ് കോസ് 4x, സൈൻ 4x കോസ് 4x, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഓക്കെ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. എങ്ങനെയാണ് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത് എന്നുള്ള മെത്തേഡാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഇതാണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇവിടെ എഫ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് നോൺ ലീനിയർ ആണ്. എഫ് എന്ന് പറയുന്നത് എഫ് ഈസ് എ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് a1 u1 plus a2 u2 plus a on am un, where u1 u2 um uc ഫംഗ്ഷൻ ആണ്. u1 u2 u3 അല്ല uc ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താന്ന് പറഞ്ഞാൽ ഈ u1 u2 um uc ഫംഗ്ഷൻ ആണ്. അപ്പോൾ u1ൻ്റെ uc സെറ്റ് കണ്ടുപിടിക്കണം, അത് s1. സോ ഓൺ u2ൻ്റെ uc സെറ്റ് s2, umൻ്റെ uc സെറ്റ് sm. ഇത്രയും ആദ്യം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ നല്ല ഈസി ആയിരിക്കും. ഇതിൽ എന്താ സപ്പോസ് ദാറ്റ് വൺ ഓഫ് ദ യു സി സെറ്റ് സോ ഫോംലി സേ എസ് ജെ ആണെന്ന് വിചാരിക്കുക. ഈസ് ഐഡന്റിക്കൽ വിത്ത് ഓർ കംപ്ലീറ്റ്ലി ഇൻക്ലൂഡ് ഇൻ അനദർ സെറ്റ് സേ എസ് കെ. ഇൻ ദിസ് കേസ് വി ഒമിറ്റ് ദ സ്മോളർ സെറ്റ് എസ് ജെ. ഇപ്പൊ എസ് ജെ എന്ന് പറയുന്ന യു സി സെറ്റ് എസ് കെ എന്ന് പറയുന്ന യു സി സെറ്റിനകത്തുണ്ടെങ്കിൽ ഈ എസ് ജെയിലെ എല്ലാ എലമെന്റും എസ് കെക്കകത്തുണ്ടെങ്കിൽ എസ് ജെ ഒഴിവാക്കുക, അല്ലെങ്കിൽ സ്മോളർ സെറ്റ് ഒഴിവാക്കുക. പിന്നെ എസ് കെ മാത്രം മതി, എസ് ജെ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇനി സ്റ്റെപ്പ് 2, നൗ വി കൺസിഡർ ദ 10. ഇനി റിമൂവ് ചെയ്തതിന് സപ്പോസ് നൗ ദാറ്റ് വൺ ഓഫ് ദ this UC set say SL includes one or more numbers which are solutions of the corresponding homogeneous differential equation. If this the case, we multiply each member of SL by the lowest positive integral power of x. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു SLൻ്റെ അകത്ത് അതിൻ്റെ യു സി സെറ്റ് SL എന്ന് പറയുന്ന യു സി സെറ്റിനകത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, അതിൻ്റെ അകത്തൊരു യു സി ഫംഗ്ഷൻ ഹോമോജീനിയസ് പാർട്ടിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ, കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ വൈ എച്ചിൻ്റെ അകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ എസ് എല്ലിലെ എല്ലാ എലമെന്റിനെയും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് സോൺ. അതാണ് ഇവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് ഇൻ ജനറൽ, എന്നിട്ട് നമുക്ക് അവസാനം നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു യു സി സെറ്റ് കിട്ടും. ഒഴിവാക്കി പോകുമ്പോൾ സ്റ്റെപ്പ് 2, 3 നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. നമുക്ക് അവസാനം ഒരു യു സി സെറ്റ് കിട്ടും. അതാണ് നമ്മൾ ഫൈനൽ കൺക്ലൂഷൻ എഴുതുക. ഡിറ്റർമിൻ ദിസ് അൺനോൺ കോഎഫിഷ്യന്റ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ലീനിയർ കോമ്പിനേഷൻ ഫോംഡ് ഇൻ സ്റ്റെപ്പ് 4 ഇൻടു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്നിട്ട് നമുക്ക് ചെയ്യണം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ 6, d² by dx² -3 ഓൺ സോ ഓൺ. ഇതാണ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിൻ്റെ ഹോമോജീനിയസ് പാർട്ട് ഇതാണ്. ഇതിൻ്റെ അകത്ത് രണ്ട് സൊല്യൂഷൻ, ഇതിൻ്റെ കോംപ്ലിമെന്ററി ഓക്സിലറി ഇക്വേഷൻ്റെ അകത്ത് രണ്ട് റൂട്ട് കിട്ടും. 1ഉം 2ഉം. 1ഉം 2ഉം ആണ് ഇതിൻ്റെ രണ്ട് റൂട്ടുകൾ. അങ്ങനെയാണെങ്കിൽ വൈ എച്ച് അല്ലെങ്കിൽ വൈ സി എന്ന് പറയുന്നത് C1 e പവർ എക്സ് പ്ലസ് C2 e പവർ 2x ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ലാംഡ -1 ഇൻറ്റു ലാംഡ -2 = 0 എന്നാണ് കിട്ടുക ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷനകത്ത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയത് ഈ ഇക്വേഷനാണ് കിട്ടിയത്, ഹോമോജീനിയസ് പാർട്ട് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് എഫ് എക്സ് നോക്കാം. അത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് യു സി ഫംഗ്ഷൻ ആണ്. ഇതാണ് എഫ്, ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന നോൺ ഹോമോജീനിയസ് പാർട്ട്, ക്യാപിറ്റൽ എഫ്. അതിൻ്റെ അകത്തുള്ള യു സി ഫംഗ്ഷൻ ഏതൊക്കെയാണ്? x², e പവർ എക്സ്, എക്സ് ഇ പവർ എക്സ്, ഇ പവർ 3x. അതാണ് അതിൻ്റെ യു സി ഫംഗ്ഷൻസ്. അങ്ങനെ യു സി ഫംഗ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ യു സി സെറ്റ് കാണണം. x² യു സി സെറ്റ് ഏതാ? S1 ആണ്. അത് S1 x² x1. ഇ പവർ എക്സിൻ്റെ യു സി സെറ്റ് ഇ പവർ എക്സ് തന്നെ.
എക്സ് ഇ പവർ എക്സിൻ്റെ യു സി സെറ്റ് ഏതാ? എക്സ് ഇ പവർ എക്സ് ഇ പവർ എക്സ്. അതാണ്. ഫോർ ഇ പവർ 3x യുടെ യു സി സെറ്റ് ഇ പവർ 3x തന്നെ. ഇവിടെ ഒരു പ്രധാന കാര്യം ഈ S2 നോക്കുക, ഇ പവർ എക്സ്. വി നോട്ട് ദാറ്റ് S2 ഈസ് കംപ്ലീറ്റ്ലി ഇൻക്ലൂഡഡ് ഇൻ S3. S2 S3ക്കകത്തുണ്ട്, അതുകൊണ്ട് ഇനി S2ൻ്റെ ആവശ്യമില്ല. അപ്പോൾ S2 നമുക്ക് ഒഴിവാക്കി കളയാം. ഇതാ ഈ S2 ഒഴിവാക്കി കളഞ്ഞു. ഈ ഇ പവർ എക്സ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പുതിയ ഏതൊക്കെയാ? X1ഉം S3യും S4 ഉള്ളത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇതിൻ്റെ ഹോമോജിനിയസ് പാർട്ട് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ്റെ അകത്ത് ഇത് കണ്ട ഇ പവർ എക്സ് ഉണ്ട്, ഇ പവർ എക്സ് ഉണ്ട്. ഇവിടെയും ഇ പവർ എക്സ് ഉണ്ട്. അതിൻ്റെ യു സി ഫംഗ്ഷൻ്റെ യു സി സെറ്റിനകത്ത് S3ക്കകത്ത് ഈ ഇ പവർ എക്സ് ഉണ്ട്. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ്റെ അകത്തുള്ള ഈ എക്സിനകത്ത് തന്നെ നമ്മുടെ യു സി സെറ്റിൻ്റെ അകത്ത് യു സി ഇ പവർ എക്സിൻ്റെ ഈ S3 എന്ന് പറയുന്ന യു സി സെറ്റിലും ഉണ്ട്. ഇവിടെയുണ്ട്. വൈ സിക്കകത്ത് ഇ പവർ എക്സ് ഉണ്ട്. S3 എന്ന് പറയുന്ന യു സി സെറ്റിനകത്ത് ഇ പവർ എക്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ S3നെ, ഇത് രണ്ടും ഒന്നാകാൻ പാടില്ല. അതുകൊണ്ട് S3നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. S3നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ S3 എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ അകത്ത് S3ക്കകത്തുണ്ട് ഇ പവർ എക്സ് ഉണ്ട്, വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആൻഡ് സോ ഈസ് എ സൊല്യൂഷൻ ഓഫ് കറസ്പോണ്ടിങ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദസ് വി മൾട്ടിപ്ലൈ ഈച്ച് മെമ്പർ ഓഫ് S3 ബൈ എക്സ്. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം S3നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് x² ആണ് കേട്ടോ. x² ഇ പവർ എക്സ് ഇൻറ്റു എക്സ് ഇ പവർ എക്സ്. അതാണ് S3 അത് ഓർമ്മ വേണം. S3 കിട്ടി. അപ്പോൾ നമുക്ക് ഫൈനലായിട്ടുള്ളത് S1 കിട്ടി, S4 ഉണ്ട്, S3 മാറ്റിയിട്ട് S3. ഇത് 3 ഫൈനൽ യു സി സെറ്റ്. അങ്ങനെയാണെങ്കിൽ യു സി സെറ്റിലെ ഫൈനൽ എലമെന്റ്സ് നമ്മൾ 6 എലമെന്റ് ഉണ്ട്. x² എക്സ് 1 ഇ പവർ 3x x² ഇ പവർ എക്സ് എക്സ് ഇ പവർ എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാണേണ്ട സൊല്യൂഷൻ വി ഫോം ദ ലീനിയർ കോമ്പിനേഷൻ. ഇതിന് ax² പ്ലസ് bx പ്ലസ് c പ്ലസ് d ഇ പവർ 3x പ്ലസ് e x² ex പ്ലസ് f x ഇ പവർ എക്സ്. അതാണ് നമ്മുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുക. ദസ് വി ടേക്ക് അവർ പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇതിന്റെ സമ്മിനെയാണ് നമ്മൾ yp ആയിട്ട് എടുക്കുക. യു സി സെറ്റിൻ്റെ അകത്തുള്ളതിൻ്റെ എല്ലാം ലീനിയർ കോമ്പിനേഷനെ, യു സി സെറ്റിൻ്റെ അകത്തുള്ളത് 3 യു സി സെറ്റാണ് കിട്ടുന്നത്. ഈ 3 യു സി സെറ്റിൻ്റെ അകത്ത് കിട്ടുന്നതിൻ്റെ ലീനിയർ കോമ്പിനേഷനെ yp ആയിട്ട് എടുക്കുക. ഇതാണ് yp. ദെൻ yp കിട്ടിക്കഴിഞ്ഞാൽ yp ഡാഷ് കാണണം. ഇതാണ് yp, ഇത് yp ഡാഷ്, ഇത് yp2. അതാണ്. ഇനി ypയും yp ഡാഷും yp2 തന്നിരിക്കുന്ന ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാ ഇതിൻ്റെ അകത്ത് ഇവിടെ yp2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ yp സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ ypയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതാണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതാ ഇവിടെ yp2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ yp സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ ypയും സബ്സ്റ്റിറ്റ്യൂട്ട് yp. അങ്ങനെയാണെങ്കിൽ ആദ്യം നമുക്ക് കിട്ടുന്നത് ഇതാ yp2 എന്ന് പറയുന്ന yp തന്നിരിക്കുന്ന ഇക്വേഷൻ നമുക്കെന്ന് പറയാം. ഇതാ yp d² y/d. അപ്പോൾ yp2 തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ yp2 മൈനസ് 3yp പ്ലസ് 2yp ഈക്വൽ ടു അതാണ് ഈക്വൽ ടു ഇതാണ് 2x² പ്ലസ് ഇ പവർ എക്സ് പ്ലസ് 2x ഇ പവർ എക്സ് പ്ലസ് 4e പവർ 3x. അതാണ് റൈറ്റ് സൈഡ്.
അപ്പോൾ yp2' എന്ന് പറയുന്നത് എന്താണ്? yp2' എന്ന് പറയുന്നത് ഇതാണ്. അത് yp2' അതുപോലെ എഴുതുക. അതാണ് -3 yp' അതുപോലെ എഴുതുക. yp' +2 ypയും അതുപോലെ എഴുതുക. ഈക്വൽ ടു ദിസ്. അതാണ്. ഒന്നും കൂടെ നിങ്ങൾ നോക്കിക്കോണം. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കിക്കോളുക. yp2' -3 yp' +2 yp ഈക്വൽ ടു ദിസ്. ആ yp2' yp' ypയും നമുക്ക് കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കിട്ടി. ഇതിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ സോൾവ് ചെയ്യണം. ഇതാ ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇക്വേഷൻസ് ആണ് കിട്ടുക. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ ഇത് 0 ആയിരിക്കും. 0 കിട്ടും. ഇത് 0 ആയിരിക്കും. അങ്ങനെയെല്ലാം നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. അതാണ് കാരണം. എന്താണ്? x² ഇവിടെ x² കോഎഫിഷ്യന്റ് ഇവിടെ എന്താ? x² കോഎഫിഷ്യന്റ് ഇവിടെ 2a ആണ്. ഇവിടെ x² കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പോൾ 2a ഈക്വൽ ടു 2. അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഇക്വേഷൻ കിട്ടും. ഓരോന്ന് ചെയ്ത് നോക്കണം. ഇക്വേഷൻ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ കോൺസ്റ്റന്റ് ടേമുകൾ, ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് കോൺസ്റ്റന്റ് ടേമുകളൊന്നുമില്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇതാ 2a - 3b + 2c ഈക്വൽ ടു 0 എന്ന് വലത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റന്റ് ടേം ഇല്ല. അതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് ഇല്ല. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഇതാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 0 ആണ്. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ x² കോഎഫിഷ്യന്റ് 2 ആണ്. ലെഫ്റ്റ് സൈഡിൽ 2a ആണ്. അതാണ്. ദെൻ നമ്മൾ നോക്കണം 4 അത് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഇക്വേറ്റ് ചെയ്ത് നോക്കിക്കൊള്ളുക. e⁻3x ഇവിടെ കോഎഫിഷ്യന്റ് 4 ആണ്. റൈറ്റ് സൈഡിൽ 4 ആണ്. ലെഫ്റ്റ് സൈഡിൽ 2d ആണ്. ദെൻ അത് ഓരോന്നും നോക്കിക്കൊള്ളുക. നോക്കി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇത് ഈ ഇക്വേഷൻ കിട്ടും. വളരെ ഈ ഇക്വേഷൻ ഇതാ 1 2 3 4 5. ഈ ഇക്വേഷൻ്റെ അകത്ത് ഇവിടെ 2a = 2 എന്ന് കിട്ടി. a = 1 കിട്ടി. a = 1 കിട്ടി കഴിയുമ്പോൾ b = 3 കിട്ടും. c കിട്ടി. d കിട്ടി. e കിട്ടി. f കിട്ടി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ yp എന്ന് പറയുന്നത് എന്താണ്? yp ഇതാണ് yp. ypക്കകത്ത് എയും ബിയും സിയും ഡിയും ഇയും എഫും കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ypക്കകത്ത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ yp ഇത് കിട്ടി. പർട്ടിക്കുലർ ഇന്റഗ്രൽ. ദെൻ ജനറൽ സൊല്യൂഷൻ എന്താ? yh അല്ലെങ്കിൽ yc + yp. ഇതാണ് yc അല്ലെങ്കിൽ yh. ഇതാണ് yp. ഓക്കെ. നെക്സ്റ്റ് എക്സാമ്പിൾ 7. സോൾവ് d⁴y/dx⁴ ആൻഡ് സോ ഓൺ. അപ്പോൾ ഇതിന്റെ ഓക്സിലറി ഇതിന്റെ ഹോമോജിനിയസ് പാർട്ട് ദിസ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ λ⁴ + λ² = 0. λ² പുറത്തെടുത്ത് കഴിഞ്ഞാൽ λ² + 1 = 0. ഈ λ² = 0ക്ക് അന്ന് λ = 0 എന്ന് 2 റൂട്ട് കിട്ടും. ഈ λ² + 1 = 0ക്ക് അന്ന് λ² = 1 -1 λ ± i. അപ്പോൾ ഇതിന്റെ റൂട്ടുകൾ ഏതൊക്കെയാ? 0 0 +i -i. 0 0ക്ക് അന്ന് λ = 0 λ = 0 എന്ന് പറയുന്നതിൻ്റെ അന്ന് c1 + c2x
ഇ പവർ 0x എന്ന് കിട്ടും. അതാണ് 0x 1 ആണ്, C1 പ്ലസ് C2x. പിന്നെ പ്ലസ് ഓർ മൈനസ് ഐക്കകത്തുനിന്ന് എന്തിന് കോംപ്ലക്സ് റൂട്ടാണ് C3 sin x പ്ലസ് C4 cos x. അത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കിട്ടി. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇനി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ കാണാനായിട്ടാണ്. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്തായിരിക്കും? C1 പ്ലസ് C2x C3 sin x പ്ലസ് C4 cos x. ഇനി ക്യാപിറ്റൽ എഫ് എന്താണ്? അതിൻ്റെ യു സി ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3x⁴ 4 sin x മൈനസ് 2 cos x ആണ്. അപ്പം x²ൻ്റെ യു സി സെറ്റ് ഏതാ? x² x1. സൈൻ എക്സിൻ്റെ യു സി സെറ്റ് എന്താ? സൈൻ എക്സ് കോസ് എക്സ്. കോസ് എക്സിൻ്റെ യു സി സെറ്റ് എന്താ? കോസ് എക്സും സൈൻ എക്സും. അപ്പോൾ ഇതാണ് 3 യു സി സെറ്റ് വരുന്നുണ്ട്. 3 യു സി ഫംഗ്ഷൻ്റെ 3 യു സി സെറ്റ്. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. S2 S3 ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരെണ്ണം ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് യു സി സെറ്റ് എന്ന് പറയുന്നത് S1 S2 ആണ്. അതാണ് യു സി സെറ്റ്. ഇനി നോക്കുക, ഇതിന് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ അകത്ത് എന്തുണ്ട്? x² x1. ഇതിൻ്റെ അകത്തുണ്ട് എക്സും 1ഉം. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ്റെ അകത്ത് എക്സും 1ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പിന്നെ എന്ത് വരും? C1x വരും, എക്സ് വരും. അതുകൊണ്ട് ഇതാ ഇതിൻ്റെ അകത്ത് x² x1, അതിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? x³ x² x വരും. അപ്പോൾ ഈ എക്സ് എന്ത് ചെയ്യും? എക്സ് ഇവിടെയുണ്ട്. അതുകൊണ്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടും? x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x⁴ x³ x². അതാണ് റിവൈസ്ഡ് S1 റിവൈസ്ഡ് യു സി സെറ്റ് x⁴ x³ x². അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? ഈ S2ൻ്റെ അകത്ത് ഇതാണ് S2ൻ്റെ അകത്ത് സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്. അത് ഇവിടെയുണ്ട് സൈൻ എക്സ് കോസ് എക്സ്. അതുകൊണ്ട് നമ്മൾ S2വിനെയും എന്ത് ചെയ്യണം? എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം S2' കിട്ടും. S2' എക്സ് സൈൻ എക്സ് എക്സ് കോസ് എക്സും, S1' എന്താണ്? x⁴ x³ x². ഇതാണ് യു സി സെറ്റ്. 2 യു സി സെറ്റ്. അതിൻ്റെ യു സി ഫങ്ഷൻസ് ഏതൊക്കെയാണ്? x⁴ x³ x², ഇത് x² ആണ്, സോറി, x² എക്സ് സൈൻ എക്സ് എക്സ് കോസ് എക്സ്. അതാണ് അതിൻ്റെ യു സി ഫങ്ഷൻ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ax⁴ പ്ലസ് bx³ പ്ലസ് cx² പ്ലസ് dx sin x പ്ലസ് ex cos x, വേർ ABCD ആർ കോൺസ്റ്റന്റ്. അത്രയും കിട്ടി. ഇനി നമ്മളിപ്പം തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? d⁴y/d x⁴ പ്ലസ് d²y/dx² = എന്നാണ്. ഈക്വൽ ടു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ സ്ഥാനത്ത് YP ആണ്. YP കിട്ടി. YP ആണ്. YP ഇങ്ങനെ കിട്ടി. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ YP. അപ്പോൾ അതിൻ്റെ 4th ഡെറിവേറ്റീവ് വരെ കാണണം. അപ്പോൾ YP' ഇത്, YP2' ഇത്, YP3' ഇത്, YP4' ഇത്. അപ്പോൾ ഇവിടെ YP4', അതാണ് YP4'. ഇതാണ് YP4' പ്ലസ് YP4' പ്ലസ് d²y/dx². YP4' ഈ സൈൻ എക്സ് പ്ലസ് ദെൻ ഇവിടം വരെ വരുള്ളൂ കേട്ടോ. ഇതാ ഇവിടം വരെ വരുള്ളൂ YP4'. ഇതാ ഇവിടെ വരെ വരും YP4'. ഈ 4 ഈ സൈൻ എക്സ് പ്ലസ് YP2' എന്ന് പറയുന്നത് ഇതാണ് YP2' -2 ഈ സൈൻ എക്സ് വരെ. ഇതാണ് YP2'. ഇത് YP4', ഇത് YP2' ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഈക്വൽ ടു എന്നുള്ളത്? എന്താണ് തന്നിട്ടുള്ളത്? ഈക്വൽ ടു 3x² പ്ലസ് 4x sin x പ്ലസ് -2 cos x. അതെഴുതി. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടി. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം?
ഇതിൻ്റെ അകത്ത് നിന്ന് ഇനി എയും ബിയും സിയും ഡിയും ഇയും കണ്ടുപിടിക്കുക. അപ്പോൾ എ ഈക്വൽ ടു 1/4, ബി ഈക്വൽ ടു 0. ഇതാണ് ഈ രണ്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഇക്വേറ്റിംഗ് ദ പവർ ഓഫ് ആദ്യം എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ടേമുകൾ എടുക്കുക. കോൺസ്റ്റന്റ് ടേമുകൾ എന്ന് കഴിഞ്ഞാൽ എക്സും 0x ഇ പവർ എക്സും ഇല്ല. അപ്പോൾ കോൺസ്റ്റന്റ് ടേം വൾസേഴ്സ് കോൺസ്റ്റന്റ് ടേമുകളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡിൽ 24a പ്ലസ് 2c ഉണ്ട്. അപ്പോൾ 24a പ്ലസ് 2c ഈക്വൽ ടു 0. അതാണ് കോൺസ്റ്റന്റ് ടേം. പിന്നെ റൈറ്റ് സൈഡിൽ ഓരോന്നോര് എക്സ് ടേം ഉണ്ടോ എന്ന് നോക്കുക. റൈറ്റ് സൈഡിൽ എക്സ് ടേം ഇല്ല. ലെഫ്റ്റ് സൈഡിൽ എക്സിന്റെ ടേം ഉണ്ട്. അത് 6bx ആണ്. അപ്പോൾ 6b ഈക്വൽ ടു 0 ആൻഡ് സോ എല്ലാം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. എ ബി സി ഡി ഇ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ YP ഈക്വൽ ടു ax⁴ മൈനസ് bx² പ്ലസ് അത് സി എന്താ കിട്ടിയത്? B0 ആണ്. സോറി, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയും ബിയും സിയും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഇക്വേഷനിൽ എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ബി സി ഡി ഇ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടി YP. ഇതാണ് YP. Y ഈക്വൽ ടു YH പ്ലസ് YP. അപ്പം ഇതാണ് ഇത് കിട്ടി. ഇതാണ് YP. എന്താണ്? ഇതാണ് YP. ഇത് YH. ഓക്കെ. എക്സാമ്പിൾ 8 സോൾവ് ദിസ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? λ³ മൈനസ് 5λ² പ്ലസ് 7λ മൈനസ് 3 ഈക്വൽ ടു 0. ഇതാണ്. അപ്പോൾ ഇതിൻ്റെ 1 ഇതിൻ്റെ റൂട്ടാണ്. ഇതിൻ്റെ റൂട്ടുകൾ 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1ഉം ഇതിൻ്റെ റൂട്ടാണ്. 3യും ഇതിൻ്റെ റൂട്ടാണ്. 1 ഇതിൻ്റെ റൂട്ടാണ്. 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 1 3 ആണ് ഇതിൻ്റെ റൂട്ട്. 1 1 3 1 1ൻ്റെ അകത്ത് എന്ത് ചെയ്യും? C1 പ്ലസ് C2x ഇ പവർ എക്സ് കിട്ടും. ഇനി 3യുടെ റൂട്ടിൻ്റെ അകത്തുനിന്നോ C3 ഇ പവർ 3x കിട്ടി. ഇതാണ് ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ YH അല്ലെങ്കിൽ YC. അത് ഓർമ്മ വേണം. ഓക്കെ. ദെൻ ഇനി നമുക്ക് കാണേണ്ടത് അതിൻ്റെ ഇതാണ് ഈ 2e പവർ എക്സ് കോസ് എച്ച് എക്സ്. കോസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എച്ച് എക്സ് ഈക്വൽ ടു ഇ പവർ എക്സ് പ്ലസ് ഇ പവർ മൈനസ് എക്സ് ബൈ 2 ആണ്. അപ്പോൾ 2 ആണ്. അപ്പോൾ 2 കോസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 കോസ് എച്ച് എക്സ് എന്ന് പറഞ്ഞാൽ ഇ പവർ എക്സ് ഇൻറ്റു ഇ പവർ മൈനസ് എക്സ്. ഇതാ 2 കോസ് എച്ച് എക്സ് എന്ന് സോറി 2 കോസ് എച്ച് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതിനെ ഇ പവർ 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2e പവർ എക്സ് കോസ് എച്ച് എക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് കിട്ടുക. ഇ പവർ 3x ഇ പവർ എക്സ്. അപ്പോൾ അതിന് യു സി സെറ്റ് എന്നാണ്? ഇ പവർ എക്സിൻ്റെ യു സി സെറ്റ് S1 ഈക്വൽ ടു ഇ പവർ 3x, S2 ഈക്വൽ ടു ഇ പവർ എക്സ്. ഇ പവർ എക്സ് അതാണ് യു സി സെറ്റ്. പക്ഷേ ഇതിനകത്ത് യു സി സെറ്റിനകത്ത് ഈ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ അതെ ഇതിനകത്ത് എന്തുണ്ട്? ഇ പവർ 3x ഉണ്ട്. അതുകൊണ്ട് S1 ഡാഷ് എടുക്കണം. S1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? S1 ഡാഷ് ഈസ് ഈക്വൽ ടു എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇ പവർ 3x. ഇനി S2ൻ്റെ അകത്തോ S2 ഇ പവർ എക്സ് ആണ്. അപ്പോൾ ഇവിടെ ഇ പവർ എക്സ് ഉണ്ട്. അപ്പോൾ S2നെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇ പവർ എക്സ് ആവും. അതും ഇവിടെയുണ്ട്. അപ്പോൾ S2നെ x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ S2 ഡാഷ് എന്തായിരിക്കും? S2 ഡാഷ് എന്ന് പറഞ്ഞാൽ x² ഇ പവർ എക്സ് ആണ്. അപ്പം എക്സ് ഇ പവർ 3xഉം x² ഇ പവർ എക്സും ആണ് ഇതിൻ്റെ യു സി ഫംഗ്ഷൻ, യു സി സെറ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. അപ്പം YP ഈക്വൽ ടു C4 എക്സ് ഇ പവർ 3x പ്ലസ് C5 C1 C2 C3 ഒക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. C5 x² ഇ പവർ എക്സ്. അതാണ് YP. അത് നിങ്ങൾ ഓർമ്മ വേണം. YP കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. YP ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ അകത്ത്. ഇതിനകത്ത് ഇത് YP2 ഡാഷ് YP3 ഡാഷ് മൈനസ് 5YP ഡാഷ് YP2 ഡാഷ് പ്ലസ് 7YP ഡാഷ് മൈനസ് 3YP ഈക്വൽ ടു ദിസ് എന്ന് എഴുതുക. എന്നിട്ട് YP ഡാഷും YP2 ഡാഷും YP3 ഡാഷും ഇതാണ് YP.
അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് C4 ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. C4 ഈക്വൽ ടു 1/4 ആൻഡ് C5 ഈക്വൽ ടു മൈനസ് 1/4 എന്ന് കിട്ടും. അപ്പോൾ YP ഈക്വൽ ടു എന്താ 1/4 x(e⁻3x) ആൻഡ് C5 എന്താ മൈനസ് 1/4 x² e⁻x. അപ്പോൾ ജനറൽ സൊല്യൂഷൻ YH പ്ലസ് YP. ജനറൽ സൊല്യൂഷൻ ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇത് YH അല്ലെങ്കിൽ YC, ഇത് YP. ദാറ്റ് ഈസ് Y ഈക്വൽ ടു ദിസ് സൊല്യൂഷൻ. ഓക്കെ, താങ്ക് യു.